പ്ലാസ്റ്റിക് മാലിന്യം എടുക്കാത്തതിന് ഹരിതകർമ്മ സേനയ്ക്കെതിരെ പരാതി നൽകിയ കടയുടമയ്ക്ക് നഗരസഭാ ആരോഗ്യ വിഭാഗം കനത്ത പിഴ ചുമത്തിയെന്ന് പരാതി. തിരുവനന്തപുരം ശ്രീകാര്യം വാർഡിലെ പാങ്ങപ്പാറയിൽ ഹരികുമാറിനാണ് ദുരനുഭവം. ഇല്ലാത്ത കാര്യത്തിന് ഈടാക്കിയ പിഴ ഒടുക്കാനാകില്ലെന്നും നിയമപരമായി നേരിടുമെന്നും ഹരികുമാർ പറഞ്ഞു. എനിക്ക് ഈ സ്ഥാപനത്തിൽ വന്നിട്ട് 10,000 രൂപ കോർപ്പറേഷൻ്റെ ഹെൽത്ത് ഇൻസ്പെക്ടർ വന്ന് 10,000 രൂപ പിഴ ഈടാക്കിക്കൊണ്ട് നോട്ടീസ് വന്നിരിക്കുകയാണ്. ഞാൻ ഈ വണ്ടി വാഷ് ചെയ്യുന്ന വെള്ളം ഈ ഓടയിൽ മലിനജലം ഇവിടെ ഇതിനകത്ത് ഒഴുക്കുന്നു എന്ന് പറഞ്ഞാണ് എനിക്ക് പിഴ നോട്ടീസ് വന്നിരിക്കുന്നത്. അതിനെ തുടർന്ന് ഞാൻ മറുപടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനൊരു പരാതി ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറിനെതിരെയും ഇവിടെ ഹരിതകർമ്മ സേനയിലെ ബഷീർ എന്നുള്ള ഒരു പ്രവർത്തകനെതിരെയും ഞാനൊരു പരാതി നൽകിയിരുന്നു. അതിനെതിരെ ഞാനത് കൊടുത്തുകൊണ്ട് മാത്രമാണ് എൻ്റെ കടയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു അതിക്രമം കാണിച്ചിട്ട് പോയിരിക്കുന്നത്. സനിസ ചേർത്തുണ്ട്. സനിസ, പിഴ അടയ്ക്കില്ല എന്ന് തന്നെയാണോ ഹരികുമാറിന്റെ തീരുമാനം? നഗരസഭയുടെ വിശദീകരണം എന്താണ്? സച്ചിൻ, പ്ലാസ്റ്റിക് മാലിന്യം എടുക്കാത്തതിന് ഹരിതകർമ്മ സേനയ്ക്കെതിരെ പരാതി നൽകിയതിനാണ് കട ഉടമയ്ക്ക് ഇത്തരത്തിലൊരു കനത്ത പിഴ ചുമത്തിയിരിക്കുന്നത്. ശ്രീകാര്യം വാർഡിലെ പാങ്ങപ്പാറയിലെ ഒരു 27 വർഷമായ ഒരു സ്കൂട്ടർ വർക്ക്ഷോപ്പ് നടത്തുന്ന ഹരികുമാറിനാണ് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായിരിക്കുന്നത്. ഹരികുമാർ ഈ ഹരിതകർമ്മ സേനയ്ക്കെതിരെ പ്ലാസ്റ്റിക് എടുക്കുന്നില്ലെന്നൊരു പരാതി നൽകിയതും ഈ ശ്രീകാര്യം സോണൽ ഓഫീസിൽ പരാതി നൽകിയതോടെ ഉടനെ തന്നെ ഹരികുമാറിന്റെ ഈ വർക്ക്ഷോപ്പിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ എത്തുകയും ഓടയിലേക്ക് ഈ മാലിന്യങ്ങൾ ഒഴുകി പോകുന്നതായി കണ്ടെത്തിയെന്നും ഇതിൽ 10,000 രൂപ പിഴ ഈടാക്കണമെന്ന് പറഞ്ഞ് നോട്ടീസ് നൽകുകയായിരുന്നു. എന്നാൽ ഇത് താൻ ഈ ഹരിതകർമ്മ സേനയ്ക്കെതിരെ പരാതി നൽകിയത് കൊണ്ട് തനിക്കെതിരെയുള്ള ഒരു പ്രതികാര നടപടിയാണെന്നാണ് ഹരികുമാർ പറയുന്നത്. ഇത്തരം തെറ്റായ ഒരു ആരോപണം ഉന്നയിച്ച് ഇത്തരം തെറ്റായ ഒരു കാര്യം ഉന്നയിച്ച് തന്നിൽ നിന്നും പിഴ ഈടാക്കുന്നത് ഒരിക്കലും താൻ ഇത്തരത്തിലൊരു പിഴ ഈടാക്കില്ല, ഇത്തരം ഒരു പിഴ നൽകില്ലെന്നാണ് ഹരികുമാർ അതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇതിനെതിരെ ഇയാൾ പരാതി നൽകിയിട്ടുണ്ട്. നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ആദ്യം വാർഡ് കൗൺസിലർക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ വാർഡ് കൗൺസിലർ യാതൊരു നടപടിയും എടുത്തിട്ടില്ല. ഇപ്പോൾ നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകി എത്തരത്തിലൊരു നടപടി എടുക്കുമെന്നതിൽ കാത്തിരിക്കുകയാണ് ഈ ഹരികുമാർ. സച്ചിൻ. ശരി.